അളിയനോട് ക്ഷമിക്കണം. ഒന്നും സാരമില്ല, നീ അറിഞ്ഞോണ്ടേതല്ലോ. എന്നാലും ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചു. സാരമില്ല. നീ എവിടെ പോയിരുന്നു? ഇല്ല, വെറുതെ പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോയി. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സ്വസ്ഥത കെടുത്താനായിട്ട് ഞാൻ ഒരുത്ത ഇവിടെ ഞാൻ പാർട്ടിയൊക്കെ വിട്ടളയാ. അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലേ, ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതല്ലേ. അല്ലളിയാ, നമ്മുടെ ആരോഗ്യവും ഇതൊക്കെ എല്ലാ കാലവും ഇതുപോലെ നിൽക്കില്ലല്ലോ. മാത്രമല്ല തക്കളിമോള് വളർന്നു വരല്ലേ, ഇത് ഉത്തരവാദിത്തം ഇല്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, പാർട്ടി വേണ്ടാന്ന് വെച്ച്. എന്നിട്ട് എന്തിയാ പോകുന്നത്? നമ്മുടെ നെയ്യാറ്റിൻകരത്തെ കൊച്ചപ്പച്ചൻ്റെ മോനുണ്ടല്ലോ, അവൻ കുറേ ദിവസമായിട്ട് വിളിക്കുക. ബഹ്റിനിൽ അവിടെ ഹോട്ടലിലൊരു വിസ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് ഈ നാടും കുടുംബമൊക്കെ വിട്ടുപോകാനൊരു വിഷമം ഉണ്ടായിരുന്നു. വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ പോകേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ പോകണമല്ലോ. അങ്ങനെ തീരുമാനം എടുക്കല്ലേടാ, അതൊന്നും നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം. ഇല്ലടിയാ, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എല്ലാവരുടെയും സ്വസ്ഥത നഷ്ടപ്പെടും, നിങ്ങളൊക്കെ ഇവിടുന്ന് പോവേണ്ടി വരും. അവളൊരു പെട്ടെന്നൊരു ആവശ്യത്തിൽ പറഞ്ഞില്ലേ, നീ അത് കാര്യമാക്കലടാ. ഇല്ലളിയാ, നമ്മുടെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ വരേണ്ട ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ മാറണം. എന്തായാലും ഞാൻ തീരുമാനിച്ചു. എടാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് എല്ലാവർക്കും ഒരു തീരുമാനം എടുക്കാം. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടെടുത്ത തീരുമാനം അവളെയാ. ഏറിയ 2 ദിവസത്തിനകത്ത് എനിക്ക് അവിടെ ഇറങ്ങണം. നീ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. ഞാൻ വരികടാ. നീ പോയപ്പോൾ ഞാൻ എന്തെയ്യടാ? എടാ, ഞാൻ പോയി നന്നായിട്ട് വരട്ടടാ. ഞാൻ നന്നാവാൻ വേണ്ടി പോണല്ലേ. നിങ്ങളൊക്കെ അത് ആഗ്രഹിക്കില്ലേ, ക്ലീറ്റസ് നന്നാവണമെന്നുള്ളത്. അപ്പം നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ ക്ലീറ്റസ് നന്നായി നല്ലവനായിട്ട് വരും.